ഇന്ത്യൻ വോയിസ് വാർത്തകളിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ ദുരൂഹ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ പോലീസിനെതിരെയും അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെയും കടുത്ത വിമർശനവുമായി കേരള ഹൈക്കോടതി രംഗത്തെത്തി. കേസ് അന്വേഷിക്കുന്ന ഡിവൈഎസ്പിയെ സർവീസിൽ നിന്ന് നീക്കണമെന്ന് കോടതി രൂക്ഷമായ ഭാഷയിൽ ആവശ്യപ്പെട്ടു. പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ ഒരു കാര്യവും പോലീസ് ചെയ്തിട്ടില്ലെന്ന് ചൂണ്ടിക്കാണിച്ച കോടതി പ്രതിയെ രക്ഷിക്കാനാണ് പോലീസ് ശ്രമിച്ചതെന്നും നിരീക്ഷിച്ചു. ഡിവൈഎസ്പി റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് കേസ് അന്വേഷിക്കുന്നത്. എന്നാൽ അറസ്റ്റിനുള്ള കാരണം എന്താണെന്ന് ഉദ്യോഗസ്ഥൻ അറിയാമോ എന്ന് ചോദിച്ച കോടതി അറസ്റ്റിനുള്ള കാരണം കാണിച്ചില്ലെങ്കിൽ അറസ്റ്റ് നിയമവിരുദ്ധമാണെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ അറിയാമോ എന്ന് ചോദ്യം ചെയ്തു. സംസ്ഥാനത്തെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് കേസിൽ ബന്ധമുണ്ടെന്നും കോടതിയുടെ ഭാഗത്തു നിന്നും ശക്തമായ വിമർശനം ഉയർന്നിട്ടുണ്ട്. പ്രതിയെ രക്ഷിക്കാൻ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ ബോധപൂർവം ശ്രമങ്ങൾ നടത്തിയ സൂചനകളാണ് കോടതിയുടെ നിരീക്ഷണത്തിലുള്ളത്. കേസിൽ തുടർന്നുള്ള അന്വേഷണങ്ങളും കോടതിയുടെ കർശന നടപടികളും ഏതൊക്കെ തലത്തിലേക്ക് നീളുമെന്ന് കണ്ടറിയേണ്ടതാണ്. എന്നാൽ നിതിൻ രാജിന്റെ ദുരൂഹ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ അന്വേഷണ സംഘത്തിന്റെ ശക്തമായ വീഴ്ചകളും തുടർന്നുള്ള സംഭവ വികാസങ്ങളും വലിയ പ്രതിഷേധങ്ങൾക്ക് തിരിതെളിച്ചിരിക്കുകയാണ്. സംഭവത്തിൽ വിവിധ ദളിത് സംഘടനകൾ പ്രതിഷേധമറിയിച്ചു. കേസിൽ ഒന്നാം പ്രതിയായ ഡോക്ടർ റാം കഴിഞ്ഞ ദിവസം അറസ്റ്റിലായെങ്കിലും നിയമപരമായ നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് പോലീസ് പ്രതിയെ തലശ്ശേരി കോടതിയിൽ ഹാജരാക്കിയത്. ഈ നിയമപരമായ പിഴവ് ചൂണ്ടിക്കാട്ടി കോടതി പ്രതിക്ക് ജാമ്യം അനുവദിക്കുകയും ചെയ്തു. തുടക്കം മുതൽ തന്നെ പ്രതിക്ക് അനുകൂലമായി മാത്രം നീങ്ങിയ അന്വേഷണ സംഘത്തിന്റെ ഈ പിഴവ് യാദൃശികമല്ലെന്നും അതൊരു ഗൂഢാലോചനയുടെ ഭാഗം തന്നെയാണെന്നും നിതിൻ രാജ് ആക്ഷൻ കൗൺസിൽ ആരോപിക്കുന്നു. സുപ്രീം കോടതിയുടെ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് റാമിനെ വീണ്ടും അറസ്റ്റ് ചെയ്യുന്നതിൽ തടസ്സമില്ലെന്ന് കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. കൂടാതെ രണ്ടാം ദിവസം അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണമെന്ന നോട്ടീസും ക്രൈംബ്രാഞ്ച് നൽകിയിട്ടുണ്ട്. ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഈ വീഴ്ചയോട് കർശന നിലപാടാണ് ആഭ്യന്തര വകുപ്പ് സ്വീകരിച്ചിരിക്കുന്നത്. നിലവിലുള്ള അന്വേഷണ സംഘത്തിന് പകരം പുതിയൊരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ആഭ്യന്തര വകുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നു. തുടർ നടപടികൾ പുതിയ അന്വേഷണ സംഘം നടത്തിയാൽ മതിയെന്നും പ്രതിയായ റാമിനെ റീ അറസ്റ്റ് ചെയ്യുമെന്നുമുള്ള വാർത്തകളും പുറത്തു വരുന്നു. പ്രതികളെ രക്ഷിക്കാൻ പോലീസും കോടതിയും ഒത്തുകളിക്കുന്നുവെന്ന ആരോപണങ്ങൾ ശക്തമാകുന്നു. ഈ അവസരത്തിൽ ശക്തമായ പ്രതിഷേധ നടപടികളുമായി മുന്നോട്ടു പോകുവാനാണ് ദളിത് സംഘടനകളുടെയും ആക്ഷൻ കൗൺസിലിന്റെയും തീരുമാനം. സാഹചര്യങ്ങൾ വിലയിരുത്തുന്നതിനും ഭാവി പരിപാടികൾ ആവിഷ്കരിക്കുന്നതിനുമായി നിതിൻ രാജ് ആക്ഷൻ കൗൺസിലിന്റെ നേതൃയോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. 2026 ജൂലൈ 25 ശനിയാഴ്ച രാവിലെ 10 മണി മുതൽ വൈറ്റില അനുഗ്രഹ ഹോട്ടലിൽ വെച്ച് നിർണായകമായ യോഗം വിളിച്ചു ചേർത്തിരിക്കുകയാണ്. യോഗത്തിൽ ആക്ഷൻ കൗൺസിലിൽ ഭാരവാഹികളും ദളിത് സംഘടനാ നേതാക്കളും മറ്റു ഭാരവാഹികളും പങ്കെടുക്കുമെന്ന് കെ സുരേഷ്, സണ്ണി എം കവിക്കാട്, AK സജീവ് എന്നിവർ ഇന്ത്യൻ വോയിസിനോട് പറഞ്ഞു. ജാതിയും മതവും തീർത്ത ചങ്ങലക്കെട്ടുകൾ തകർത്തെറിഞ്ഞ് കേരളത്തിന്റെ സാമൂഹ്യ ചരിത്രത്തിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ തീർത്ത ആധുനിക കേരളത്തിന്റെ നവോത്ഥാന നായകൻ, ഇന്ത്യയുടെ മഹാനായ പുത്രൻ മഹാത്മാ അയ്യൻകാളിയുടെ 163ാം ജന്മദിന ആഘോഷം വിപുലമായ പരിപാടികളോടെ കേരളമെങ്ങും ആചരിക്കപ്പെടുന്നു. ജാതി വ്യവസ്ഥയുടെയും ചൂഷണങ്ങളുടെയും വിലക്കുകളുടെയും അടിവേരറുത്ത് അധസ്ഥിത ജനതയ്ക്ക് നേരെ നിവർന്നു നിൽക്കാനുള്ള അവകാശം വാങ്ങി നൽകിയ ആ വിപ്ലവ സിംഹത്തിന്റെ സ്മരണയ്ക്ക് മുന്നിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ജന്മദിനാഘോഷ പരിപാടികൾ തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ചിരിക്കുന്നു. KPMS 3505 നമ്പർ കുന്നുംപാറ ശാഖയുടെ നേതൃത്വത്തിലാണ് ഈ പ്രൗഢഗംഭീരമായ ചടങ്ങ് സംഘടിപ്പിക്കുക എന്ന് സംഘാടക സമിതി ചെയർമാൻ രതീഷ് കുന്നുംപാറ പറഞ്ഞു. 2026 ആഗസ്റ്റ് 28 വൈകുന്നേരം 2:30 വലിയറത്തല ജംഗ്ഷനിൽ നിന്നും പ്രകടനം ആരംഭിക്കും. 4 മണിക്ക് കുന്നുംപാറ സാംസ്കാരിക നിലയത്തിൽ വെച്ച് ചേരുന്ന പൊതുസമ്മേളനം കാട്ടാക്കട MLA ശ്രീ MR ബൈജു ഉദ്ഘാടനം ചെയ്യും. KPMS സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ ആലംകോട് സുരേന്ദ്രൻ മുഖ്യ പ്രഭാഷണ സന്ദേശം നൽകും. പൊതുസമ്മേളനത്തിൽ കോവളം MLA അഡ്വക്കേറ്റ് M വിൻസെന്റ് ഉൾപ്പെടെ സാമൂഹിക രംഗത്തെ പ്രമുഖ നേതാക്കൾ പങ്കെടുക്കും. അധസ്ഥിത ജനതയുടെ ഉന്നമനത്തിനായി ജീവിതം ഒഴിഞ്ഞുവെച്ച ആ മഹാത്മാവിന്റെ ജന്മദിനാഘോഷത്തിലേക്ക് ഏവരുടെയും സാന്നിധ്യവും സഹകരണവും ഉണ്ടാകണമെന്ന് ചെയർമാൻ രതീഷ് കുന്നുംപാറ, പ്രോഗ്രാം കൺവീനർ S കുമാർ, പബ്ലിസിറ്റി കൺവീനർ ഷിബു കോവളം, രക്ഷാധികാരി അജികുമാർ കുഴിമം, B ബാബു എന്നിവർ അറിയിച്ചു. സാധാരണ പാടശേഖരങ്ങളിലും പറമ്പുകളിലും കളകൾ നശിപ്പിക്കാൻ വ്യാപകമായി ഉപയോഗിക്കുന്ന ഓൾ ക്ലിയർ എന്ന കളനാശിനി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളും അപകടങ്ങളും ഉണ്ടാക്കുന്നുവെന്ന് മുന്നറിയിപ്പ്. മുൻകാലങ്ങളെ അപേക്ഷിച്ച് ആത്മഹത്യാ ശ്രമങ്ങൾ കൂടുതലായി കണ്ടുവരുന്നുണ്ടെന്നും
ആത്മഹത്യയ്ക്ക് ശ്രമിക്കുന്ന ഭൂരിപക്ഷം ആളുകളും ഈ കളനാശിനി ഉപയോഗിക്കുന്നുണ്ടെന്നും ആയതിനാൽ ഈ കളനാശിനിക്ക് ശക്തമായ നിയന്ത്രണം ഏർപ്പെടുത്തണമെന്ന് കേരള ജേർണലിസ്റ്റ് യൂണിയൻ ജില്ലാ സെക്രട്ടറി പി ഷൺമുഖൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. പ്രത്യേക അനുവാദത്തിൽ വെള്ളം ചേർത്താണ് ഓൾ ക്ലിയർ കളകൾ കടിക്കുന്നത്. ഈ മരുന്നടിക്കുമ്പോൾ ഏറെ ശ്രദ്ധ അനിവാര്യമാണ്. അബദ്ധവശാൽ പോലും കളനാശിനിയുടെ കണങ്ങൾ മൂക്കിലോ വായിലോ അകപ്പെട്ടാൽ വായ്ക്കുള്ളിൽ പൊള്ളലും മറ്റതുകളുമാണ് ഉണ്ടാകുക. ഇങ്ങനെ സംഭവിച്ചാൽ അടിയന്തരമായ വൈദ്യസഹായം തേടേണ്ടതാണ്. അപകടകാരിയായിട്ടും ഈ കളനാശിനി യാതൊരു നിയന്ത്രണവുമില്ലാതെ മാർക്കറ്റിൽ സുലഭമാണ്. അത്യന്തം അപകടകരമായ ഈ സാഹചര്യം കാരണം ആത്മഹത്യ ചെയ്യുന്നവരിൽ കൂടുതലും വിഷദ്രാവകം ഉപയോഗിക്കുന്നുവെന്ന് കോട്ടയം മെഡിക്കൽ കോളേജിലെ ഉന്നത ഡോക്ടർമാർ വ്യക്തമാക്കുന്നു. ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.